ഇന്നത്തെ നമ്മുടെ റെസിപ്പി മിക്സ്ചർ കട്ടയാണ്. അപ്പോൾ മിക്സ്ചർ കട്ട, മിക്സ്ചർ മിഠായി അങ്ങനെ ഓരോ നാട്ടിലും ഓരോ പേരിലായിരിക്കും അറിയപ്പെടുക. അപ്പോൾ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ച് കഴിക്കാറ്. ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ 1/2 കപ്പ് അളവിൽ പച്ചരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പച്ചരിപ്പൊടി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ്സിലാണെങ്കിൽ സെയിം ഗ്ലാസ്സിൽ തന്നെ എല്ലാം അളന്നെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒരുപാട് മാവ് നമ്മുടെ കയ്യിലായിട്ട് ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് പിന്നെ കൈയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഇരിക്കും നമ്മുടെ മാവ്. ഇനി നമുക്ക് വേണ്ടത് നൂൽപ്പുട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അച്ചാണ്. അതിലേക്ക് ആ ഒരു പ്രസ്സിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ഹോൾസ് ഉള്ള ഇതെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ്ചർ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 2-3 ബാച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. കുറച്ച് പരന്ന പാത്രം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ലല്ലോ, ഈ ഒരു മിക്സ്ചർ മുങ്ങിക്കിടക്കുന്ന എണ്ണയെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സമയം ഒന്ന് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് എടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് മിക്സ്ചർ ഇവിടെ റെഡിയായി. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ സെയിം ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞെരണ്ടി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വരും. അപ്പോൾ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്കുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മറ്റേ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതിലേക്കായിട്ട് ഒരു 3.5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് ഈ ഒരു സെയിം പാത്രത്തിലേക്ക് തന്നെ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നോളും. അപ്പോൾ കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ പാകം നോക്കാനായിട്ട് വെള്ളത്തിൽ ഇതുപോലെ ഒഴിക്കുമ്പോൾ ഇതുപോലെ സ്പ്രെഡ് ആവാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒഴിച്ചാൽ അതിങ്ങനെ കട്ടയായിട്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചെടുക്കാനായിട്ട് പറ്റണം. കണ്ടില്ലേ, ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് സമയം ലേറ്റ് ആക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഫ്ലെയിം ലോ ഫ്ലെയിം ആവാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സമയത്തിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും ഒന്ന് സെറ്റാക്കി വെക്കണം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഞാൻ ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ചൂടോടുകൂടി തന്നെ കൗണ്ടർ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സ്പാച്ചുലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ്സോ അല്ലെങ്കിൽ റോളിംഗ് പിന്നോ എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത് മതി. അപ്പോൾ ഇത് ചിലർ ഇതുപോലെ തന്നെ ബോൾസ് ആക്കിയിട്ടും ഇത് ചെയ്യാറുണ്ട്. ഈ ഒരു ചൂടോട് കൂടി തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടും ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തത്. അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക. സെറ്റായതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നല്ല ചൂടോടുകൂടി തന്നെ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ്ചർ കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.